കോളേജിൽ പഠിക്കുമ്പോ ഞാനും സൂസനായിരുന്നു കമ്പനി. കമ്പനി എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ഭയങ്കര കമ്പനി. ഞങ്ങൾ തമ്മിൽ പ്രേമാണെന്നൊക്കെ അന്ന് ചില മുറിവുറപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കാര്യമൊന്നും പോയില്ല. ശരിക്കും പ്രേമായിരുന്നോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് സൂസനെ ഭയങ്കര ഇഷ്ടായിരുന്നു. കാണാനൊക്കെ സുന്ദരിയാ. ഏകദേശം തന്റെ തന്റെ അല്ല തന്നെ പോലെയല്ല, ഭയങ്കര സുന്ദരിയാ. പിന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പാവം കൊച്ചാ. ഞാൻ ഇഷ്ടാണെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഞങ്ങളന്ന് സെറ്റായി പോയനെ. ഈ സൂസന്റെ ഭർത്താവ് എന്താ ചെയ്യുന്നേ? അതിന് സൂസൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എന്നെ പോലെ ഒരാളെ കിട്ടിയ അപ്പൊ കല്യാണം എന്നാ സൂസൻ പറയുന്നേ. അതെന്താ തന്നെ പോലെ വേറൊരാള്? താൻ തന്നെ ആയിക്കൂടെ? അതിൽ പുറത്താരോടും പറയാത്ത ചില തടസ്സങ്ങളുണ്ട്. ഞാൻ ആ തടസ്സങ്ങൾ മാറുമെന്ന് നോക്കട്ടെ. ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വേറെ ആരെയും തനിക്ക് പരിചയമില്ലേ? ഈ സൂസൻ മാത്രമേ ഉള്ളോ? സൂസനാവുമ്പോഴേ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സംശയം ചോദിക്കാം, ഏത് നേരത്തും വിളിക്കാം, ഏത് പാതിരാത്രിയിലും. പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുമ്പേ സൂസന്റെ വിളി വന്നു. ഒരുമിച്ച് ചിന്തിക്കുന്നവരുടെയും സഞ്ചരിക്കുന്നവരുടെയും മനസ്സ് ഒരുപോലെയാണെന്ന് പെരുന്തച്ചൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. പെരുന്തച്ചന്? അല്ലല്ല, എഴുത്തച്ഛൻ. ഞാൻ ഫോൺ എടുക്കട്ടെ, അല്ലെങ്കിൽ കട്ടായി പോകും. ഹലോ സൂസൻ. മഹി എവിടെയോ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കോ. പള്ളിയുടെ അടുത്ത് തന്നെയുണ്ടോ? ആ, ഞാനിവിടെ മുന്നിൽ തന്നെയുണ്ട്. ഞാനെത്തി. ശരി. അതെ അതെ, എത്ര നാളായി കണ്ടിട്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാ ഞാൻ. അപ്പൊ നീ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അതൊക്കെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റും എന്റെ സൂസൻ? എന്റെ സൂസനോ? അല്ലേടി, അന്ന് നീ എനിക്ക് ഓട്ടോഗ്രാഫിൽ എഴുതുന്ന ആ ഡയലോഗ് എന്തായിരുന്നു? ഞാൻ പറയട്ടെ, എനിക്ക് ഓർമ്മയുണ്ട്. ഓട്ടോഗ്രാഫ് തരാൻ നീ ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോഗ്രാഫ് എഴുതാൻ എന്റെ പേനയിൽ മഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ മനോഹരമായ കയ്യിൽ നിന്നും നിന്റെ മനോഹരമായ പേന കൊണ്ട് എഴുതി തന്നു. എന്നും ഓർക്കാൻ ഒരൊറ്റ ഫ്രണ്ട് മാത്രം മതിയെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് ഓർക്കും. രോമാഞ്ചിഫിക്കേഷൻ.